ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വർത്തമാന ശബ്ദ കൂട്ടായ്മയുടെ ശബ്ദശ്രവണിയിൽ എന്നെ കേൾക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23 അധ്യായം 43 വാക്യമാണല്ലോ കൽവറി ക്രൂശിലെ രണ്ടാമത്തെ മൊഴി. യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. മനുഷ്യ ജീവിതത്തിലെ കഷ്ടതകൾക്ക് രണ്ട് രീതിയിൽ പ്രതികരിക്കുന്ന മനുഷ്യരുണ്ട്. ഒന്ന്, ദൈവത്തെ കുറ്റപ്പെടുത്തുന്നവർ. രണ്ടാമത്തത്, ദൈവത്തിന്റെ കരുണയ്ക്കായി നിലവിളിക്കുന്നവർ. മനുഷ്യരിൽ ഭൂരിപക്ഷവും അവർ നീതിമാന്മാരാണെന്നും അതുകൊണ്ട് ദൈവം അവർ പറയുന്നത് കേൾക്കണം എന്നും ചിന്തിക്കുന്നവരാണ്. സ്വയം നീതീകരിക്കുന്ന ചിന്തയാൽ ദൈവം അവരുടെ ജീവിതം സുഗമമാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവനാണെന്ന ചിന്തയാണ് പലർക്കും. എന്നാൽ ദൈവം നമ്മോട് ഒന്നും കടപ്പെട്ടിരിക്കുന്നില്ല എന്നും നമുക്ക് ലഭിക്കുന്ന ഓരോ നന്മകൾക്കും നാം യോഗ്യത ഇല്ലാത്തവരായിട്ടും ദൈവം നമ്മെ യോഗ്യരാക്കി കണ്ടതാണെന്ന് ചിന്തിക്കുന്നവർ വളരെ ചുരുക്കമാണ്. കഷ്ടതകളോടുള്ള മനുഷ്യന്റെ പ്രതികരണവും കഷ്ടതയിൽ ദൈവത്തോടുള്ള നമ്മുടെ പ്രതികരണവും അതിനോട് ദൈവത്തിന്റെ പ്രതികരണവുമാണ് ക്രൂശിലെ രണ്ടാമത്തെ മൊഴി. യേശുവിനോടൊപ്പം ക്രൂശീകരിക്കപ്പെട്ട രണ്ട് കള്ളന്മാരും ക്രൂശിലെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രണ്ട് കള്ളന്മാരും കുറ്റകൃത്യത്താൽ പിടിക്കപ്പെട്ടവരാണ്. തങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് തങ്ങളിപ്പോൾ അനുഭവിക്കുന്നതെന്ന് അതിലൊരു കള്ളൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. രണ്ടുപേർക്കും ഈ ക്രൂശിലെ വേദനയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോഴാണ് അവിടെ വന്നവരിൽ നിന്ന് അവർ മനസ്സിലാക്കിയത് തങ്ങളോട് കൂടെ ക്രൂശിക്കപ്പെട്ടവൻ ദൈവത്തിന്റെ പുത്രനാണ്. ക്രൂശിലെ ഒരു കള്ളൻ യേശുവിനെ താൻ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തിയായിട്ടാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മറ്റേ കള്ളനോ നിരപരാധിയായിട്ടും ക്രൂശിലെ മരണം സ്വയം ഏറ്റെടുത്ത വ്യക്തിയായിട്ട് മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ മൊഴികൾ അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രൂശിലെ രണ്ട് കള്ളന്മാരും യേശുവിനെ മനസ്സിലാക്കിയത് വ്യത്യസ്തമായ രീതിയിലാണ്. അവരുടെ ഈ പ്രതികരണങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവുമായി വളരെയധികം സാമ്യതയുണ്ട്. അവർ പിടിക്കപ്പെട്ട കള്ളന്മാരാണെങ്കിൽ നമ്മൾ പിടിക്കപ്പെടാത്ത കള്ളന്മാരാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിൽ ഒരു കള്ളൻ ചെയ്യുന്ന പോലെ സ്വയം നീതീകരിക്കുവാനുള്ള സ്വഭാവം നമ്മളിൽ എല്ലാവരിലുമുണ്ട്. ഞാനല്ല യഥാർത്ഥ കള്ളൻ, ഞാൻ അധികം തെറ്റുകളൊന്നും ചെയ്യാത്തവനാണ്, എൻ്റെ കൂടെയുള്ള മറ്റവനാണ് ഏറ്റവും വലിയ കള്ളൻ എന്ന് സ്വയം ന്യായീകരിക്കുന്ന ഒരു സ്വഭാവവിശേഷം നമ്മളിൽ ഓരോരുത്തരിലും ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്നാൽ ക്രൂശിലെ മറ്റേ കള്ളനാവട്ടെ, ഞാൻ സ്വയം തെറ്റുകാരനാണെന്നും തെറ്റ് ഏറ്റുപറയുന്നതിന് വേണ്ടി അവൻ സ്വയമേ സന്നദ്ധനാവുകയാണ്. നാം ഒരുപക്ഷെ നമ്മുടെ കുറ്റങ്ങൾ കൊണ്ടും മറ്റുള്ളവർ ചെയ്ത കുറ്റങ്ങൾ കൊണ്ടും കുറ്റക്കാരായെന്ന് വരാം. കുറ്റക്കാർ ആയിരുന്ന നമ്മളുടെ ഇടയിൽ കുറ്റമില്ലാത്ത ക്രിസ്തു ക്രൂശിക്കപ്പെടുമ്പോൾ ആ കുറ്റക്കാരായ നമ്മുടെ പ്രതികരണം എപ്രകാരമായിരിക്കുമെന്നാണ് ഈ കള്ളന്മാരുടെ ഈ പ്രതികരണത്തിൽ നിന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു കള്ളൻ പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവല്ലേ, നിങ്ങൾ ഞങ്ങളെ കൂടെ രക്ഷിക്കൂ. തൻ്റെ പ്രവൃത്തിയുടെ ഫലമാണ് താൻ അനുഭവിക്കുന്നത് എന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. തങ്ങളോടൊപ്പം ക്രൂശിക്കപ്പെട്ട ഈ ദൈവം ആരാണെന്നും ഈ ദൈവം എന്തിനു വേണ്ടിയാണ്
ക്രൂശീകരിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കുവാൻ അവൻ ശ്രമിക്കുന്നില്ല. അവനൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ ക്രൂശിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണം. ഈ തങ്ങളുടെ വിശ്വാസവും തങ്ങളുടെ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ സ്വന്തം സ്വാർത്ഥമായ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ജനങ്ങളുടെ പ്രതീകമാണ് ഈ ഒരു കള്ളൻ. വ്യക്തിപരമായ നേട്ടങ്ങൾക്കും ലാഭങ്ങൾക്കും വേണ്ടി ഏത് ദൈവത്തെയും ഏത് സന്ദർഭത്തിലും സ്വീകരിക്കുവാൻ തയ്യാറാകുന്ന ജനങ്ങളുടെ പ്രതിനിധിയാണ് ഈ ഒരു കള്ളൻ. ഈ കള്ളനെ പോലെ വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങൾ, എൻ്റെ ജീവിതത്തിലെ കഷ്ടതകൾ, എൻ്റെ ജീവിതത്തിലെ രോഗങ്ങൾ ഒന്ന് മാറ്റിത്തരുവാൻ കർത്താവേ നീ ബാധ്യസ്ഥനാണെന്നുള്ള ഒരു ഭാവം നമ്മുടെ ജീവിതത്തിലും പലപ്പോഴൊക്കെ വന്നിട്ടുണ്ട്. ഈ കള്ളനെ സംബന്ധിച്ചിടത്തോളം അവനൊരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുവാൻ അവൻ തയ്യാറാവുന്നില്ല. അവൻ തൻ്റെ രക്ഷിതാവായ ക്രിസ്തുവിനെ മനസ്സിലാക്കാതെ ക്രിസ്തുവിനെ ഉപയോഗിച്ച് ഈ ക്രൂശിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടെ യേശുവിലേക്ക് അടുക്കുകയാണ്. രണ്ടാമത്തെ കള്ളനിലേക്ക് വരുമ്പോൾ ഈ കള്ളൻ ആദ്യത്തെ കള്ളന്റെ നിലപാടുകളെ ശക്തമായി ശാസിക്കുന്നുണ്ട്. ആദ്യത്തെ കള്ളൻ യുദ്ധവും ക്ഷാമവും വന്ന് ജനങ്ങൾ മരിക്കുന്നതെന്ത്, കൊറോണ വന്നപ്പോൾ ജനങ്ങൾ മരിച്ചതെന്ത്, പട്ടിണി കൊണ്ട് ജനങ്ങൾ മരിക്കുന്നതെന്ത്, രോഗങ്ങൾ കൊണ്ട് ജനങ്ങൾ മരിക്കുന്നതെന്ത്, ഈ ദൈവം ശക്തനാണെങ്കിൽ അവരെ ഒന്ന് രക്ഷിച്ചുകൂട്ടെ എന്നൊക്കെയുള്ള ഒരു നിലപാടുകളുള്ള ഒരു ആളാണ്. എന്നാൽ രണ്ടാമത്തെ കള്ളൻ ഈ നിലപാടുകളെ ശക്തമായി ശാസിച്ചുകൊണ്ട് ദൈവത്തെ ചോദ്യം ചെയ്യുന്നതിനേക്കാൾ ദൈവത്തെ ഭയപ്പെടുകയാണ് വേണ്ടത് എന്ന് പറയുകയാണ്. സൃഷ്ടാവിന് സൃഷ്ടിയുടെ മേൽ പൂർണ്ണ അവകാശം ഉണ്ടെന്നും അത് മനസ്സിലാക്കാതെ പോകരുതെന്നും അതിന് പൂർണ്ണമായും നാം വിധേയപ്പെടണമെന്ന് ഈ രണ്ടാമത്തെ കള്ളൻ ആദ്യത്തെ കള്ളനെ ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങളുടെ പ്രവൃത്തിയുടെ പ്രതിഫലം ഞങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് പറയുന്നതിലൂടെ തങ്ങൾ തെറ്റുകാരനാണെന്ന് ആ രണ്ടാമത്തെ കള്ളൻ പൂർണ്ണമായി സമ്മതിക്കുകയാണ്. സർവവും ഗ്രഹിക്കാൻ കഴിയുന്ന സൃഷ്ടിതാവിന് മുമ്പിൽ എനിക്ക് അവകാശപ്പെടുവാനായി ഒന്നുമില്ലെന്ന് അവൻ സ്വയമേ സമ്മതിക്കുകയാണ്. എല്ലാം അറിയുന്ന ദൈവത്തിനു മുമ്പിൽ ഇനി മറച്ചു വെക്കുവാനായി സാധിക്കത്തില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണ്. തൻ്റെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് മാപ്പ് അപേക്ഷിക്കുക എന്നതിലുപരി വേറൊരു മാർഗവുമില്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ്. എല്ലാം അറിയുന്ന സൃഷ്ടാവായ ദൈവത്തിനു മുന്നിൽ ഒന്നും മറച്ചു വെക്കുവാൻ ഇനി സാധ്യമല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. തൻ്റെ കുറ്റത്തെപ്പറ്റി, താൻ ചെയ്ത തെറ്റുകളെപ്പറ്റി അവൻ സ്വയം ബോധവാനായപ്പോൾ ഒരു കുറ്റവും ചെയ്യാതെ ക്രൂശീകരിക്കപ്പെട്ട യേശുവിനെക്കുറിച്ച് അയാൾ ചിന്തിക്കുകയാണ്. അവിടെ കൂടി വന്ന ജനങ്ങൾ മുഴുവൻ യേശു കുറ്റക്കാരനാണെന്നും അവനെ ക്രൂശിക്കുക എന്ന് ആർത്തു വിളിച്ചപ്പോഴും റോമർ പട്ടാളക്കാർ യേശുവിനെ ഉപദ്രവിക്കുമ്പോഴും ഇവർ ചെയ്യുന്നത് ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു പ്രാർത്ഥിക്കുന്നതൊക്കെ ഈ രണ്ടാമത്തെ കള്ളൻ മനസ്സിലാക്കുകയാണ്. ഈ യേശു തീർച്ചയായും തൻ്റെ ജീവിതത്തിൽ താൻ അനുഗമിക്കേണ്ട ഒരു വ്യക്തിയാണെന്ന് ഈ കള്ളൻ യേശുവിനെ പറ്റി മനസ്സിലാക്കുകയാണ്. ഈ അവസാന നിമിഷത്തിൽ, തൻ്റെ ആസന്നമായ മരണത്തിൻ്റെ നിമിഷത്തിലും തനിക്ക് രക്ഷ നൽകുവാൻ ഈ ക്രിസ്തുവിന് സാധിക്കുമെന്ന് ഈ രണ്ടാമത്തെ കള്ളൻ മനസ്സിലാക്കുകയാണ്. അവസാനത്തെ നിമിഷവും ഈ കള്ളൻ്റെ ആഗ്രഹം ഈ ക്രിസ്തുവായ യേശു ക്രിസ്തു പോകുന്ന ഇടത്തേക്ക് വേണം ഞാനും പോകുവാനെന്നുള്ള യാഥാർത്ഥ്യം അവൻ അവിടെ മനസ്സിലാക്കുകയാണ്. മരണത്തിൻ്റെ ഒറ്റപ്പെടലിൽ
ഇദ്ദേഹത്തോടൊപ്പമായിരിക്കണം എനിക്കും പോകേണ്ടത് എന്ന് ആ കള്ളൻ മനസ്സിലാക്കുകയാണ്. ഹൃദയാന്തർഭാഗത്തിൽ നിന്ന് മനസ്താപത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരിക്കണം ആ കള്ളൻ യേശുവിനോട് നിലവിളിച്ച് തൻ്റെ ആവശ്യം അറിയിച്ചത്. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ ദൈവം യഥാർത്ഥ മാനസാന്തരത്തോടും യേശുവിലേക്ക് അടുത്തു വരുന്ന ഒരു പാപിയെയും യേശു തള്ളിക്കളയുകയില്ല. അവനെ മാർവോടണയ്ക്കുന്ന കരുണാമയനായ ആ സ്നേഹപിതാവ് അവനോട് പറയുകയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. മരണത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശു കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നത്. ഈ വലിയ വെള്ളിയാഴ്ച ഈ രണ്ടാമത്തെ മൊഴി നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ സ്വയം ന്യായീകരിക്കാതെ സ്വന്തം കുറ്റങ്ങളെ, നമ്മുടെ തെറ്റുകളെ നാം ഒന്ന് ഏറ്റുപറഞ്ഞ്, ക്രിസ്തുവേ, അങ്ങ് എൻ്റെ ഉള്ളിലേക്ക് വരണമേ, ഞാൻ പാപിയാണ്, ഞാൻ സ്വർഗത്തോട് നോക്കുവാൻ പോലും യോഗ്യനുള്ളവനല്ല എന്ന് ഏറ്റുപറഞ്ഞ് അങ്ങയോട് ഒപ്പം ജീവിക്കുവാൻ ക്രിസ്തുവിൻ്റെ സമാധാനം എൻ്റെ ഉള്ളിൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ഈ വചനത്തിങ്കൽ താഴ്ത്തി ദൈവത്തിങ്കൽ ഒരിക്കൽ കൂടി പ്രതിഷ്ഠിക്കാം. യഥാർത്ഥമായ ഒരു മാനസാന്തരത്തോടെ ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്കായിട്ടും ക്ഷമയ്ക്കായിട്ടും നമുക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.